എല്ലാ വിദ്യാർത്ഥികൾക്കും നിബ്ര സെക്കൻഡറി സ്കൂളിൻ്റെ ഓൺലൈൻ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 10ാം തരത്തിലെ ഹിസ്റ്ററിയിലെ ആദ്യ ചാപ്റ്ററായ റവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദി വേൾഡ്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ള 7th സ്റ്റാൻഡേർഡിലെ ചരിത്രത്തിൻ്റെ ഒരു ബാക്കിയായിട്ടാണ്, പിന്തുടർച്ചയായിട്ടാണ് ഈ ഒരു 10ാം തരത്തിലെ ഹിസ്റ്ററി വരുന്നത്. ഈ ഒരു ചാപ്റ്ററിലോട്ട് നമ്മൾ കടക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേതാണ് റവല്യൂഷൻ. The second one is Renaissance and the third one is Enlightenment. എന്നിങ്ങനെ 3 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിലൂടെ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. ആദ്യത്തെ റവല്യൂഷൻ. എന്താ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ? വിപ്ലവം. Revolutions are the struggles that change the system. If anyone denied the freedom and rights and to establish a new one, it is in the manner of peaceful manner and also in the manner of armed rebellion. അതായത് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജനതയ്ക്ക് അവരുടെ അവകാശങ്ങളോ സ്വാതന്ത്ര്യമോ നിഷേധിക്കപ്പെട്ടാൽ ആ അവകാശങ്ങളും സ്വാതന്ത്ര്യവും തിരിച്ചു പിടിക്കാനുള്ള സമരമാർഗം, അതാണ് റവല്യൂഷൻ. റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിപ്ലവം. വിപ്ലവത്തിന്റെ അർത്ഥം തന്നെ പറയുന്നത് എന്താ? മാറ്റം. നിലവിലുള്ള ഒരു വ്യവസ്ഥയെ ഒരു പുതിയ വ്യവസ്ഥയിലോട്ട് മാറ്റുന്നതിനാണ് എന്ത് പറയാ? റവല്യൂഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് ഇൻ ദ മാനർ ഓഫ് പീസ്ഫുൾ മാനർ. ഈ സമരങ്ങളൊക്കെ എന്താവാം? സമാധാനപൂർവമായിട്ടുള്ള സമരങ്ങളാവാം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ മാനർ ഓഫ് ആർമഡ് റിബല്യൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അക്രമം അയച്ചുവിട്ട സമരങ്ങളോട് കൂടി അത് നേടിയെടുക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 2 ദിവസം പട്ടിണി വെക്കും. അപ്പൊ ചില ആളുകൾക്കൊക്കെ എന്ത് ചെയ്യും? അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയും. ചില ആളുകൾ എന്താ ചെയ്യുക? കയ്യിൽ കിട്ടുന്ന സാധനം എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചുകൊണ്ട് അത് നേടിയെടുക്കും. അപ്പൊ ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ആദ്യത്തേത് എന്താണ്? ഇറ്റ് ഈസ് എ പീസ്ഫുൾ. 2 ദിവസം പട്ടിണി കിടന്നാൽ പീസ്ഫുൾ മാനറാണ് അവർ നേടിയെടുത്തത്. രണ്ടാമത്തേത് എന്താ? ആർമഡ് റിബല്യൻ. അക്രമം അയച്ചു വിട്ടുകൊണ്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ ചില ആളുകൾ നമുക്ക് നേടിയെടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാം. അപ്പൊ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഒരു വ്യവസ്ഥിതിയെ ഏതെങ്കിലും ഒരു ജനതയ്ക്ക് അവരുടെ അവകാശങ്ങളോ അവരുടെ സ്വാതന്ത്ര്യമോ നിഷേധിക്കപ്പെട്ടാൽ അത് തിരിച്ചു പിടിക്കാനുള്ള സമരമാർഗത്തെയാണ് എന്ത് പറയുക? റവല്യൂഷൻ എന്ന് പറയാം. The next one is Renaissance. നവോത്ഥാനം. What is Renaissance? Renaissance is the significant change in the view of people and also the thought and the life. നമുക്കറിയാം നവോത്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. യൂറോപ്പിലെ ജനങ്ങൾക്കിടയിൽ ഒരു പുതിയ മാറ്റം വന്നു. എന്താണ് ആ മാറ്റം? ദാറ്റ് ഈസ് റിനൈസൻസ്. നവോത്ഥാനമാണ്. എങ്ങനെ? അവരുടെ ജീവിത രീതിയിലും അവരുടെ ആശയപരമായിട്ടും അവരുടെ ഭാഷാപരമായിട്ടുള്ള മാറ്റങ്ങൾ, ഒരു പുതിയ മാറ്റം. ദാറ്റ് ഈസ് റിനൈസൻസ്. ഈ റിനൈസൻസ് നമ്മുടെ ആദ്യകാല വിപ്ലവങ്ങൾക്കൊക്കെ വളരെ പ്രചോദനമായിട്ടുള്ള ഒന്നാണ്. എന്ത്? റിനൈസൻസ്. റിനൈസൻസിന്റെ പ്രധാനപ്പെട്ട ഐഡിയൽസ്, പ്രധാനപ്പെട്ട ആശയങ്ങൾ, അതിൽ ആദ്യത്തേതാണ് ഹ്യൂമനിസം. എന്താ ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ? മാനവരാശി, അല്ലേ? മനുഷ്യ സ്നേഹം. ആൻഡ് ദി സെക്കൻഡ് വൺ സയന്റിഫിക് ടെമ്പർ, ശാസ്ത്രബോധം. അവിടുത്തെ ജനങ്ങൾക്ക് എന്തുണ്ടായി? സയൻസ് പരമായിട്ടുള്ള ചിന്തകളൊക്കെ അവരുടെ ലൈഫിൽ കടന്നു വരാൻ തുടങ്ങി. That is scientific temper. And the third one is rational thinking.
എന്താ റാഷണൽ തിങ്കിങ്? യുക്തിപരമായിട്ട് ചിന്തിക്കുക, ബുദ്ധിപൂർവമുള്ള ചിന്ത. നമുക്കറിയാം ആ കാലഘട്ടത്തിൽ പണ്ട് കാലങ്ങളിലൊക്കെ ഒരുപാട് ദുരാചാരങ്ങളും ഒരുപാട് സോഷ്യൽ ലെവൽസ് ഒക്കെ നിലനിന്നിരുന്നു. ആ ലെവൽസിനെല്ലാം മാറ്റിമറിച്ച് ഒരു റാഷണൽ തിങ്കിങ്, ബുദ്ധിപരമായിട്ട് യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന ഒന്നാണ് റാഷണൽ തിങ്കിങ്. ആൻഡ് ദി ലാസ്റ്റ് വൺ ഈസ് സ്പിരിറ്റ് ഓഫ് എൻക്വയറി. എന്താ സ്പിരിറ്റ് ഓഫ് എൻക്വയറി? നമുക്കറിയാം, എന്തും കണ്ടെത്തുവാനുള്ള ഒരു മനോഭാവം, സ്പിരിറ്റ് ഓഫ് എൻക്വയറി, എന്തും അന്വേഷിച്ച് കണ്ടെത്തുക, അതാണ് സ്പിരിറ്റ് ഓഫ് എൻക്വയറി. അപ്പൊ റിനൈസൻസ് എന്ന് പറഞ്ഞാൽ നവോത്ഥാനം. അതായത് യൂറോപ്പിലെ ആ കാലഘട്ടത്തിൽ യൂറോപ്പിലെ ജനങ്ങളിലെ പുതിയ വന്നിട്ടുള്ള ആശയപരമായിട്ടും അവരുടെ ചിന്തയിലും അവരുടെ ജീവിത രീതിയിലും വന്നിട്ടുള്ള മാറ്റങ്ങളാണ് എന്ത് പറയുന്നത്, റിനൈസൻസ്. ദ നെക്സ്റ്റ് വൺ ഈസ് എൻലൈറ്റ്മെന്റ്, ജ്ഞാനോദയം. അത് നമുക്കറിയാം, റിനൈസൻസിന്റെ ഫലമായിട്ട് 18ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ കടന്നു വന്നിട്ടുള്ള ശാസ്ത്ര രംഗത്തുള്ള പുരോഗതിയാണ് ജ്ഞാനോദയം, എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. ജ്ഞാനോദയം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലോട്ട് കടക്കാം. ഗോയിങ് ടു എൻ്റർ ദിസ് ചാപ്റ്റർ, റെവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ് ദി റിവോൾട്ട്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് 5 റവല്യൂഷനെ കുറിച്ചാണ്. അതിൽ ആദ്യത്തെയാണ് ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് ദ ഫ്രഞ്ച് റവല്യൂഷൻ. ആൻഡ് ദി തേർഡ് വൺ ദ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ. ആൻഡ് ദി ഫോർത്ത് വൺ റഷ്യൻ റവല്യൂഷൻ. ആൻഡ് ദി ലാസ്റ്റ് ചൈനീസ് റവല്യൂഷൻ. എന്നിങ്ങനെ 5 റവല്യൂഷനാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത്. എന്താ റവല്യൂഷൻ? ഏതെങ്കിലും ഒരു ജനതയ്ക്ക് അവരുടെ അവകാശങ്ങളോ അവരുടെ സ്വാതന്ത്ര്യമോ നിഷേധിക്കപ്പെട്ടാൽ ആ നിഷേധിക്കപ്പെട്ട അവകാശങ്ങളും സ്വാതന്ത്ര്യവും തിരിച്ചു പിടിക്കാനുള്ള സമരങ്ങളാണ് എന്ത് പറയുന്നത്, റവല്യൂഷൻ. അപ്പൊ ഇത്രയും റവല്യൂഷൻസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ആദ്യത്തെ റവല്യൂഷനായ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഈ ഒരു ഭാഗം തുടങ്ങുന്നത് ജെയിംസ് ഓട്ടീസിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടിലൂടെയാണ്. ആ കാലഘട്ടങ്ങളിൽ അവിടെ ഉയർന്നു വന്നിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. ഈ ഒരു കോട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് there is no representation in the administration level. അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവില് ഒരു റെപ്രസെന്റേഷനും അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നോ റെപ്രസെന്റേഷൻ ഇൻ അഡ്മിനിസ്ട്രേഷൻ. അവരുടെ ഭരണകാര്യങ്ങളിൽ അവർക്ക് അവിടുത്തെ ജനതയ്ക്ക് ഒരു വിധത്തിലുമുള്ള റെപ്രസെന്റേഷനും ഉണ്ടായിട്ടില്ല. അതുപോലെ ഇമ്പോസ്ഡ് ഹെവി ടാക്സ് ഓൺ പീപ്പിൾ. ജനങ്ങളുടെ മേൽ അവർ നല്ലതുപോലെ നല്ല നികുതികൾ ചുമത്തിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ ഒരു കോർട്ടിൽ നിന്ന് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ, ജനങ്ങൾക്ക് അവിടുത്തെ ഭരണകാര്യങ്ങളിൽ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു കോർട്ടിലൂടെയാണ് നമുക്ക് ഈ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് തുടങ്ങുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുന്നത് 18ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ അതിനു മുമ്പ് 16ാം നൂറ്റാണ്ടോട് കൂടി യൂറോപ്പിൽ നിന്ന് ഒരു വിഭാഗം ജനത നോർത്ത് അമേരിക്കയുടെ തീരങ്ങളിലോട്ട് കുടിയേറി പാർത്തു. ആ കുടിയേറി പാർത്ത ജനത നോർത്ത് അമേരിക്കയുടെ വിഭവ സമൃദ്ധി കണ്ട് അവിടുത്തെ ആളുകളെ വളരെയധികം ചൂഷണം ചെയ്തു. ഈ കുടിയേറി പാർത്തിട്ടുള്ള യൂറോപ്യൻസിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ദ മേജർ എയിം ഓഫ് ദി മൈഗ്രേഷൻ വാസ് ടു എക്സ്പ്ലോയിറ്റ് റിസോഴ്സസ്. നോർത്ത് അമേരിക്കയുടെ വിഭവങ്ങള് ചൂഷണം ചെയ്തെടുക്കുന്നതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അവിടുത്തെ റിസോഴ്സുകളെല്ലാം അവരെന്ത് ചെയ്തു? എക്സ്പ്ലോയിറ്റ് ചെയ്തു, അവർ ചൂഷണം ചെയ്തെടുത്തു. നമുക്കറിയാം, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വന്ന് നമ്മുടെ റിസോഴ്സുകളെല്ലാം ഇവിടെ നിന്ന് എടുത്ത് ബ്രിട്ടനിലോട്ട് കൊണ്ടുപോയ കാര്യം നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. അതുപോലെ നോർത്ത് അമേരിക്കയിൽ യൂറോപ്യൻസ് കടന്നു വന്ന് അവിടുത്തെ റിസോഴ്സുകളെല്ലാം അവരെന്ത് ചെയ്തു? അവിടെ നിന്ന് എങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തു?
ഇംഗ്ലണ്ടിലോട്ട് അല്ലെങ്കിൽ ബ്രിട്ടനിലോട്ട് എക്സ്പോർട്ട് ചെയ്തു. അതുപോലെ the next one is by the 18th century the Europeans had established 13 colonies in North America. നോർത്ത് അമേരിക്കയുടെ തീരങ്ങളിൽ യൂറോപ്യൻസ് 13 കോളനികൾ അവിടെ സ്ഥാപിച്ചു. ഈ കോളനികൾ കേന്ദ്രീകരിച്ചാണ് യൂറോപ്യൻസ് നോർത്ത് അമേരിക്കയെ പിടിച്ചു നിർത്തിയത്. ഈ കോളനികൾ കേന്ദ്രീകരിച്ചാണ് ഈ നോർത്ത് അമേരിക്കയെ ബ്രിട്ടീഷുകാർ പിടിച്ചു കുലുക്കിയത്. എന്താണ്? ഈ കോളനികളിൽ ആണ് അവരുടെ എല്ലാവിധ ചൂഷണങ്ങളും എക്സ്പ്ലോയിറ്റേഷനും നടത്തിയിരുന്നത്. ഈ കോളനികൾ മുഖേനയാണ്, ഈ 13 കോളനികൾ മുഖേന. By the 18th century, England had established 13 colonies in North America. അമേരിക്കയിൽ, നോർത്ത് അമേരിക്കയുടെ തീരത്ത് 13 കോളനികൾ യൂറോപ്യൻസ് സ്ഥാപിക്കുകയുണ്ടായി. With the help of the motherland England. ഇംഗ്ലണ്ടിന്റെ സഹായത്തോടു കൂടിയാണ് ഈ 13 കോളനികളും അവിടെ സ്ഥാപിച്ചത്. അവിടെ എല്ലാ ഭരണ സംവിധാനങ്ങളും ആരുടെ കീഴിലായിരുന്നു? ഈ യൂറോപ്യൻസിന്റെ കീഴിലായിരുന്നു. നേരത്തെ പറഞ്ഞു there is no representation in administration. അവർക്ക് ഭരണകാര്യങ്ങളിൽ ഒരുവിധ അവസരവും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ജനങ്ങൾക്ക്, നോർത്ത് അമേരിക്കൻ ജനതകൾക്ക് അവിടുത്തെ ഭരണകാര്യങ്ങളിൽ ഒരുവിധ അവകാശങ്ങളും ഉണ്ടായിരുന്നില്ല. ആ കോളനികൾ അവര് ഭയങ്കരമായിട്ട് ടാക്സുകൾ ചുമത്തിയിരുന്നു. Next one is the mercantilism. Mercantilism was a trade policy. It was a trade policy. The trade policy that was implemented by the British merchants with the help of their motherland in the North American colonies. It was known as mercantilism. It was known as mercantilism. എന്താണ്? ബ്രിട്ടീഷ് മർച്ചൻസ്, ബ്രിട്ടീഷ് കച്ചവടക്കാര് നോർത്ത് അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ ഒരു ട്രേഡ് പോളിസിയാണ് എന്ത്? മെർക്കന്റിലിസം. ആരുടെ സഹായത്തോടെ? അവരുടെ മാതൃരാജ്യത്തിന്റെ സഹായത്തോടെ ബ്രിട്ടീഷ് കച്ചവടക്കാര് നോർത്ത് അമേരിക്കൻ കോളനികളിൽ കൊണ്ടുവന്നിട്ടുള്ള ട്രേഡ് പോളിസിയാണ് എന്ത്? മെർക്കന്റിലിസം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ ട്രേഡ് പോളിസി കൊണ്ടുവന്നത്? It was for collecting raw materials for their industry. It was collecting raw materials for their industry. അവരുടെ വ്യവസായശാലകൾക്ക് വേണ്ടിയുള്ള അസംസ്കൃത വസ്തുക്കൾ, റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ കളക്ട് ചെയ്യുവാനുള്ള ഒരു കേന്ദ്രമായിട്ടാണ് എന്തിനെ ഈ കോളനികളെ അവർ കണ്ടിരുന്നത്. ആൻഡ് ഓൾസോ ദീസ് കോളനീസ് ആസ് ദ മാർക്കറ്റ് ഫോർ സെല്ലിംഗ് ദെയർ പ്രൊഡക്റ്റ്. ആസ് എ മാർക്കറ്റ് ഫോർ സെല്ലിംഗ് ദെയർ പ്രൊഡക്റ്റ്. അതുപോലെ ഈ കോളനികളെ അവർ എന്തുമായി കണ്ടിരുന്നു? അവരുടെ കച്ചവട കേന്ദ്രമായിട്ട്, ഒരു മാർക്കറ്റായിട്ട് അവർ കണ്ടിരുന്നു. അവരുടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് വിൽക്കുവാൻ വേണ്ടിയുള്ള ഒരു മാർക്കറ്റുമായിട്ട് കണ്ടിരുന്നു. ഇതാണ് മെർക്കന്റിലിസം എന്ന് പറയുന്ന ട്രേഡ് പോളിസിയിൽ പറയുന്നത്. അപ്പം അത് മറന്നുപോകരുത്. ഈ എങ്ങനെയാണ് ട്രേഡ് പോളിസി അവിടെ നടപ്പിലാക്കിയത്? ഈ 13 കോളനികളിൽ എങ്ങനെയാണ് ട്രേഡ് പോളിസി നടപ്പിലാക്കിയത് എന്ന് വെച്ചാൽ, ദ ഇംഗ്ലണ്ട് എക്സ്പ്ലോയിറ്റഡ് ദീസ് കോളനീസ് ത്രൂ മെർക്കന്റിലിസ്റ്റ് ലോസ്. നോർത്ത് അമേരിക്കൻ കോളനികളെ അവർ ചൂഷണം ചെയ്തത് എങ്ങനെയാണ്? ത്രൂ മെർക്കന്റിലിസ്റ്റ് ലോസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് മെർക്കന്റിലിസ്റ്റ് ലോസ്. ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. ഇതാ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് മെർക്കന്റിലിസ്റ്റ് ലോസ്. എക്സാമിന് ചോദിക്കാറുണ്ട്, വാട്ട് ആർ ദി മെർക്കന്റിലിസ്റ്റ് ലോസ്, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഓഫ് മെർക്കന്റിലിസ്റ്റ് ലോസ്. മെർക്കന്റിലിസ്റ്റ് ലോസിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? അത് നമുക്ക് ഇനി പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഈ മെർക്കന്റിലിസ്റ്റ് ലോ നിയമങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവർ ഈ ട്രേഡ് പോളിസി അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തത് ദ കേസസ് ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളാണ്. അതിൽ ആദ്യത്തേതാണ്, ഫ്രം ദി 16th century onwards the Europeans began to migrate to North America.
16ാം സെഞ്ചുറിയോട് കൂടി യൂറോപ്പിലെ ജനങ്ങൾ എന്ത് ചെയ്തു? കുടിയേറി പാർത്തു. നോർത്ത് അമേരിക്കൻ പ്രാവശ്യങ്ങളിലേക്ക് എന്ത് ചെയ്തു? കുടിയേറി പാർത്തു. എന്തിനു വേണ്ടിയാണ്? ദ മെയിൻ എയിം വാസ് ടു എക്സ്പ്ലോയിറ്റ് ദെയർ റിസോഴ്സസ്. പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? അവരുടെ റിസോഴ്സുകൾ ചൂഷണം ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യങ്ങൾ. അതിന്റെ ഭാഗമായിട്ട് 18th സെഞ്ചുറിയിൽ അവരെന്ത് ചെയ്തു? ദേ എസ്റ്റാബ്ലിഷ്ഡ് 13 കോളനീസ് ഇൻ നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിൽ 13 കോളനികൾ അവർ സ്ഥാപിച്ചു. ആ കോളനികളിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള ട്രേഡ് പോളിസി ദാറ്റ് വാസ് മെർക്കന്റലിസം. ആ മെർക്കന്റലിസം നിയമങ്ങളിലൂടെയാണ് അവർ ഈ കോളനികളെ ചൂഷണം ചെയ്തിരുന്നത്. അതാണ് ലാസ്റ്റ് പോയിന്റ്. ഇംഗ്ലണ്ട് എക്സ്പ്ലോയിറ്റഡ് ദീസ് കോളനീസ് ത്രൂ മെർക്കന്റലിസ്റ്റ് ലോസ്. മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ മുഖേനയാണ് ഇംഗ്ലണ്ട് നോർത്ത് അമേരിക്കൻ കോളനികളെ ചൂഷണം ചെയ്തിരുന്നത്. ഇതൊക്കെയാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങൾ. നേരത്തെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ നോർത്ത് അമേരിക്കൻ കോളനികളിൽ ബ്രിട്ടീഷ് മർച്ചൻസ് നടപ്പിലാക്കിയ കിരാത നിയമങ്ങളാണ് മെർക്കന്റലിസ്റ്റ് ലോസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഒരുപാട് ചോദ്യ പേപ്പറുകളിൽ കണ്ടിരിക്കുന്ന ചോദ്യമാണ്, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഓഫ് മെർക്കന്റലിസ്റ്റ് ലോ? മെർക്കന്റലിസ്റ്റ് നിയമങ്ങളുടെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ മെർക്കന്റലിസ്റ്റ് ലോസ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ മർച്ചൻസ്, ബ്രിട്ടീഷ് മർച്ചൻസ് കോളനികളിൽ നടപ്പിലാക്കിയിട്ടുള്ള നിയമങ്ങളാണ് മെർക്കന്റലിസ്റ്റ് ലോസ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതിൽ ആദ്യത്തേതാണ് the goods to and from the colonies must be carried only in British ships or ships built in the British colonies. അതിൽ ആദ്യത്തേതാണ് the goods to and from the colonies must be carried only in British ships or ship built in the British colonies. എന്താ പറയുന്നത്? അതായത് കോളനികളിൽ നിന്നോ എന്ത് സാധനം കൊണ്ടുപോവുകയാണെങ്കിലും ഏത് കപ്പൽ മുഖേന മാത്രമേ നടക്കുകയുള്ളൂ? ബ്രിട്ടീഷിന്റെ കപ്പലുകൾ മാത്രമേ കൊണ്ടുപോവാനും കൊണ്ടുവരുവാനും പറ്റുകയുള്ളൂ. ബ്രിട്ടീഷ് കപ്പലുകളിൽ മാത്രമേ കോളനികളിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരികയും കോളനികളിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യാൻ ബ്രിട്ടീഷ് കപ്പലിന് മാത്രമേ അധികാരമുള്ളൂ. And the second one, the product of the colonies like sugar, wool, cotton and tobacco would only exported to England. അതായത് കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാരയും ഷുഗർ ആൻഡ് വൂൾ, കമ്പിളിയും അതുപോലെ പരുത്തിയും ആൻഡ് ടൊബാക്കോയും പുകയില ഉൽപ്പന്നങ്ങളും എല്ലാം എങ്ങോട്ട് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ? ഇംഗ്ലണ്ടിലോട്ട് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതാണ് രണ്ടാമത്തെ നിയമം. ആൻഡ് ദി തേർഡ് വൺ, the British stamp must be affixed on all the documents. അതായത് കോളനികളിൽ നടക്കുന്ന എന്ത് ഡോക്യുമെന്റ്സും, പ്രധാനപ്പെട്ട എന്ത് കച്ചവട ഡോക്യുമെന്റ്സ് ആയാലും എന്ത് ലൈസൻസ് ആയാലും ന്യൂസ് പേപ്പറുകൾ ആയാലും എല്ലാ ഇതിലും എന്തിന്റെ സ്റ്റാമ്പ് വേണം? ബ്രിട്ടീഷ് സ്റ്റാമ്പ് പതിപ്പിച്ചിരിക്കണം. അതാണ് ദി തേർഡ് ലോ. ദ ബ്രിട്ടീഷ് സ്റ്റാമ്പ് must be affixed on all the legal document like newspaper, license and pamphlets എന്ന് പറഞ്ഞാൽ ലഘുലേഖകൾ. അപ്പോൾ ഈ ലഘുലേഖയിലും ന്യൂസ് പേപ്പറുകളിലും അതുപോലെ ലൈസൻസിലും ഡോക്യുമെന്റിലും മറ്റു ഡോക്യുമെന്റ്സിലും എല്ലാം ആരുടെ സ്റ്റാമ്പുകൾ പതിപ്പിച്ചിരിക്കണം? ബ്രിട്ടീഷുകാരുടെ സ്റ്റാമ്പുകൾ പതിപ്പിച്ചിരിക്കണം. വേറെ ഒരു നോർത്ത് അമേരിക്കൻ സ്റ്റാമ്പുകൾ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ഈ കോളനികളിൽ. And the fourth one, the colonies must provide food and accommodation for the British troops. That was, the colonies must provide the food and quarters for
ദ ബ്രിട്ടീഷ് ട്രൂപ്സ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് മിലിറ്ററി. അവിടെ കോളനികളിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് മിലിറ്ററി, കോളനികളിലെ ആളുകളൊക്കെ നിയന്ത്രിക്കാനും മറ്റുമായിട്ടുള്ള സൈന്യം, ബ്രിട്ടീഷ് സൈന്യത്തിന് വേണ്ടിയിട്ടുള്ള ഫുഡും അതുപോലെ അവരുടെ അക്കമഡേഷനും അവരുടെ താമസവും അവരുടെ എല്ലാം, അവർക്ക് വേണ്ട ക്വാർട്ടേഴ്സ് എല്ലാം ആര് നൽകണമായിരുന്നു? കോളനികൾ തന്നെ നൽകണമായിരുന്നു. ആൻഡ് ഫിഫ്ത്ത് വൺ, ഏറ്റവും അവസാനത്തെ നിയമമാണ് എന്ത്? The import tax must be paid for the import of tea and glass and paper. അതായത് കോളനികളിലോട്ട് കൊണ്ടുവരുന്ന, ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തേയിലയായാലും പേപ്പർ ആയാലും ഗ്ലാസ് ആയാലും എല്ലാത്തിനും എന്ത് കൊടുക്കണം? ഇമ്പോർട്ട് ടാക്സ്, ഇറക്കുമതി ചുങ്കം നൽകണമായിരുന്നു. ഇത്രയുമാണ് ദ മെർക്കന്റലിസ്റ്റ് ലോസ്. ബ്രിട്ടീഷ് മർച്ചൻസ് അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ മെർക്കന്റലിസ്റ്റ് ലോസ് ഇതാണ്. ആദ്യത്തേതാണ് എന്ത്? ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദി കോളനീസ് മസ്റ്റ് ബി കാരിഡ് ഓൺലി ഇൻ ബ്രിട്ടീഷ് ഷിപ്സ് ഓർ ഷിപ്പ് ബിൽഡ് ഇൻ ദി ബ്രിട്ടീഷ് കോളനീസ്. ബ്രിട്ടീഷ് കോളനികളിൽ ഉണ്ടാക്കിയ കപ്പലുകളിലോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കപ്പലുകളിലോ മാത്രമേ നമ്മളുടെ കോളനികളിലോട്ട് സാധനങ്ങൾ കൊണ്ടുവരാനും അവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകാനും പറ്റുകയുള്ളൂ. ആൻഡ് ദി സെക്കൻഡ് വൺ ആണ് എന്ത്? ദ പ്രൊഡക്റ്റ് ഓഫ് ദി കോളനീസ് ലൈക്ക് ഷുഗർ, വൂൾ, കോട്ടൺ, ടൊബാക്കോ വുഡ് ഓൺലി ബി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലോട്ട് മാത്രമേ ഈ സാധനങ്ങൾ കയറ്റി അയക്കാൻ പാടുകയുള്ളൂ. എന്തൊക്കെയാണ് സാധനങ്ങൾ? ഷുഗർ, വൂൾ, കോട്ടൺ, ടൊബാക്കോ എന്നീ സാധനങ്ങൾ മാത്രം ഇംഗ്ലണ്ടിലോട്ട് മാത്രമേ കയറ്റി അയക്കാൻ പാടുള്ളൂ. വേറൊരു രാജ്യത്തോട്ടും വേറെ എങ്ങോട്ടും അത് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. അതുപോലെ മൂന്നാമത്തെ നിയമമാണ് ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സഡ് ഓൺ ഓൾ ലീഗൽ ഡോക്യുമെന്റ്, ന്യൂസ് പേപ്പർ ആൻഡ് പാംഫ്ലെറ്റ്സ്. അതായത് കോളനികളിലോ കോളനിതര സ്ഥലങ്ങളിലോ എന്ത് ലീഗൽ കാര്യങ്ങൾ നടക്കുകയാണെങ്കിലും അതിന്റെ ഡോക്യുമെന്റിൽ എല്ലാം ബ്രിട്ടീഷുകാരുടെ സ്റ്റാമ്പുകൾ പതിപ്പിച്ചിരിക്കണം എന്നുള്ള ഒരു നിയമം. ആൻഡ് ദി ഫോർത്ത് വൺ, കോളനീസ് മസ്റ്റ് ബി പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ദി മിലിറ്ററി ബ്രിട്ടീഷ് ട്രൂപ്സ്. അതായത് ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിന് വേണ്ട താമസ സൗകര്യവും അവർക്ക് വേണ്ട ഭക്ഷണവും ആര് വഹിച്ചിരിക്കണം? കോളനികൾ തന്നെ സ്വയം വഹിച്ചിരിക്കണം. And the last one, import tax must be paid for the import duty, import tea and glass, paper, etc. അതായത് കോളനികളിലോട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന തേയിലയും മറ്റു പേപ്പർ ആയാലും ഗ്ലാസ് ആയാലും എന്ത് ഇറക്കുമതി ചെയ്യുമ്പോഴും അതിന് ഇറക്കുമതി ചുങ്കം നൽകിയിരിക്കണം. ദ ഇമ്പോർട്ട് ടാക്സ് ഷുഡ് ബി ഗിവൻ. ഇമ്പോർട്ട് ടാക്സ് കൊടുത്തിരിക്കണം. ഇത്രയുമാണ് ബ്രിട്ടീഷ് മർച്ചൻസ് നോർത്ത് അമേരിക്കൻ കോളനികളിൽ കൊണ്ടുവന്നിട്ടുള്ള മെർക്കന്റലിസ്റ്റ് ലോസ്. അപ്പൊ എക്സാമിന് ചോദിക്കും എന്ത്? വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഓഫ് മെർക്കന്റലിസ്റ്റ് ലോസ്? 5 ഫാക്ടേഴ്സ് ആണുള്ളത്. പ്രധാനപ്പെട്ട 5 ഫാക്ടേഴ്സ് ആണുള്ളത്. അപ്പൊ ഇത് മറന്നു പോകരുത്. 5 ഫാക്ടേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. മെർക്കന്റലിസ്റ്റ് ലോസ് ഇമ്പോർട്ടൻ്റ് ആണ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ടാവാനുള്ള കാരണം പോലും എന്താണ്? ദ മെർക്കന്റലിസ്റ്റ് ലോസ് ആണ്. ഓക്കെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത് ചാപ്റ്ററിലോട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനും അതുപോലെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെയും കുറിച്ചാണ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മൾ അതിന്റെ കാരണങ്ങളാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അടുത്ത ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം? അമേരിക്കൻ ജനത, നോർത്ത് അമേരിക്കൻ പീപ്പിൾ ഈ ബ്രിട്ടീഷുകാരോട് എങ്ങനെ എതിർത്ത് നിന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞു റവല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു, ആൻഡ് റിനൈസൻസ് എന്താണെന്ന് പറഞ്ഞു, എൻലൈറ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ ദ കേസസ് ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്താണെന്ന് പറഞ്ഞു, ആൻഡ് ദി ലാസ്റ്റ് വൺ മെർക്കന്റലിസ്റ്റ് ലോസ്. ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? നോർത്ത് അമേരിക്കൻ പീപ്പിൾ എങ്ങനെയാണ് ഇതിനെതിരെ അഗിറ്റേഷൻ നടത്തിയത്, എങ്ങനെയാണ് ഇതിനെതിരെ സമരങ്ങൾ നടത്തിയതെന്ന് നമുക്ക് അടുത്ത ഭാഗത്തിൽ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.